നമ്മളെല്ലാവരും വിട്ടുകളയുന്ന കലയിൽ പ്രാവീണ്യം നേടേണ്ടതല്ലേ? എന്റെ പല ക്ലയന്റുകളും ഈ കഴിവ് വളർത്തിയെടുക്കാൻ ആഗ്രഹിച്ച് തെറാപ്പിയിലേക്ക് പോകുന്നു. അവരുടെ ബന്ധത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് തടസ്സമാകുന്ന ഒരേയൊരു കാര്യം ഇതാണെന്ന് അവർ വിശ്വസിക്കുന്നു. തങ്ങളും പ്രശ്നത്തിന്റെ ഭാഗമാണെന്ന് അവർ കരുതുന്നുവെന്ന് ഇത് എന്നെ കാണിക്കുന്നു. നീരസം, കുറ്റബോധം, നിരാശ തുടങ്ങിയ ആവർത്തിച്ചുള്ള വികാരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിട്ടുകൊടുക്കുക എന്നത് പലപ്പോഴും നാം കേൾക്കുന്ന ഉപദേശമായി മാറുന്നു. എന്നാൽ വിട്ടുകൊടുക്കുക എന്നതിനർത്ഥം ഒരു ബന്ധത്തിൽ നിന്ന് അകന്നു പോകുകയോ ഭൂതകാലത്തെ അവഗണിക്കുകയോ അല്ല, അത് നമ്മെ പിന്നോട്ട് വലിക്കുന്ന വൈകാരിക ഭാരത്തിൽ നിന്ന് സ്വയം മോചിതരാകുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസകരമായ വികാരങ്ങളും ഓർമ്മകളും ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ കാരണങ്ങൾ പരിശോധിക്കാം. ഈ വീഡിയോയിൽ ഉപേക്ഷിക്കൽ എന്ന ആശയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ബലഹീനതയുടെ അടയാളമായിട്ടല്ല, മറിച്ച് സ്വയം പരിചരണത്തിന്റെയും ബന്ധം നിലനിർത്തുന്നതിന്റെയും ശക്തമായ ഒരു പ്രവൃത്തിയായി. ഉപേക്ഷിക്കൽ എന്തുകൊണ്ട് പ്രധാനമാണെന്നും അത് യഥാർത്ഥത്തിൽ എന്താണ് ഉൾക്കൊള്ളുന്നതെന്നും ഈ വൈകാരിക യാത്രയിൽ നിങ്ങളെ സഹായിക്കുന്നതിനുള്ള പ്രായോഗിക തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും. ഉപേക്ഷിക്കൽ അസാധ്യമാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ആവർത്തിച്ചുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവ അനുവദിക്കാതെ അവയെ നിയന്ത്രിക്കുന്നതിനുള്ള ക്രിയാത്മകമായ ബദലുകളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യും. നമ്മൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നതിന്റെ പൊതുവായ കാരണങ്ങൾ. വൈകാരിക ഭാരം. ഈ വൈകാരിക ഭാരത്തിൽ നിന്ന് നമ്മെത്തന്നെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി വിട്ടുകൊടുക്കൽ മാറുന്നു. നമ്മുടെ ക്ഷേമത്തിലും ബന്ധങ്ങളിലും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാനസിക ഇടം സ്വതന്ത്രമാക്കുന്നു. കോപം, കുറ്റബോധം അല്ലെങ്കിൽ നീരസം പോലുള്ള പരിഹരിക്കപ്പെടാത്ത വികാരങ്ങൾ നമ്മുടെ ചുമലിൽ ഒരു വലിയ ഭാരമായി അനുഭവപ്പെടും. ഈ വികാരങ്ങൾ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ വീണ്ടും ഉയർന്നുവരുന്നു, കൂടാതെ തലവേദന, ക്ഷീണം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ പോലുള്ള സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ശാരീരിക ലക്ഷണങ്ങളായി പ്രകടമാകാം. നമുക്ക് വേദന ഉണ്ടാക്കാൻ ആഗ്രഹമില്ല. നെഗറ്റീവ് വികാരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ അശ്രദ്ധമായി ദോഷകരമായി ബാധിച്ചേക്കാം. ഉദാഹരണത്തിന്, നീരസം നിഷ്ക്രിയ ആക്രമണാത്മക പെരുമാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. അതേസമയം പരിഹരിക്കപ്പെടാത്ത കോപം നമ്മുടെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്ന പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. ഉള്ളിന്റെ ഉള്ളിൽ വേദനിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്ന് നമ്മളിൽ പലരും തിരിച്ചറിയുന്നു, പ്രത്യേകിച്ച് നമ്മൾ വിലമതിക്കുന്നവർക്ക്. വിട്ടുകൊടുക്കുന്നത് വൈകാരിക പ്രതിപ്രവർത്തനത്തിന്റെ ഈ ചക്രങ്ങളെ തകർക്കാൻ നമ്മെ അനുവദിക്കുന്നു. ഇത് ആരോഗ്യകരവും കൂടുതൽ കാരുണ്യപൂർണവുമായ ഇടപെടലുകൾക്ക് ഇടം സൃഷ്ടിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നു. നിരാശയുടെയോ ഖേദത്തിന്റെയോ ചക്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിരന്തരം സ്വയം യുദ്ധത്തിലാണ്. ഉപേക്ഷിക്കൽ ആന്തരിക സമാധാനത്തിലേക്കുള്ള ഒരു പാതയാണ്. ഭൂതകാലവുമായോ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങളുമായോ പോരാടുന്നത് നിർത്താനുള്ള ബോധപൂർവമായ തീരുമാനം. ഈ വികാരങ്ങൾ പുറത്തുവിടുന്നതിലൂടെ സന്തോഷം, സ്വീകാര്യത, ശാന്തത എന്നിവ വളരുന്നതിനുള്ള വൈകാരിക ഇടം നാം സൃഷ്ടിക്കുന്നു. ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ. വിശ്വാസം, പരസ്പര ബഹുമാനം, ധാരണ എന്നിവയിൽ നിന്നാണ് ആരോഗ്യകരമായ ബന്ധങ്ങൾ വളരുന്നത്. നെഗറ്റീവ് വികാരങ്ങൾ നമ്മൾ നിലനിർത്തുമ്പോൾ അത് ഈ അടിസ്ഥാന വശങ്ങളെ ഇല്ലാതാക്കും. വിട്ടുവീഴ്ച ക്ഷമയും സഹാനുഭൂതിയും വളർത്തുകയും ആഴത്തിലുള്ള ബന്ധങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ പുതുമയുള്ള കണ്ണുകളോടെ കാണാനും അവരുടെ നല്ല ഗുണങ്ങളെ വിലമതിക്കാനും സ്ഥിരയുള്ളതും സന്തുലിതവും വളർച്ചയെ ലക്ഷ്യമാക്കിയുള്ളതുമായ ഒരു ബന്ധം വളർത്തിയെടുക്കാനും ഇത് നമ്മെ അനുവദിക്കുന്നു. യഥാർത്ഥ വിട്ടുവീഴ്ച എന്താണ്? വിട്ടുകളയുക എന്ന വാചകം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന്റെയോ വികാരങ്ങളെ അടിച്ചമർത്തുന്നതിന്റെയോ അല്ലെങ്കിൽ ഭൂതകാലം ഒരിക്കലും സംഭവിച്ചിട്ടില്ലെന്ന് നടിക്കുന്നതിന്റെയോ ചിത്രങ്ങൾ ഇത് സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും യഥാർത്ഥ ഉപേക്ഷിക്കൽ വളരെ ആഴമേറിയതും കൂടുതൽ അർത്ഥവത്തായതുമാണ്. ഇത് ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചോ അനുഭവങ്ങൾ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചോ അല്ല, ഇത് നിങ്ങളെ ഇനി സേവിക്കാത്ത ആവർത്തിച്ചുള്ള വികാരങ്ങളുടെ വൈകാരിക പിടിയിൽ നിന്ന് സ്വയം മോചിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. വിട്ടുകളയുന്നതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. വികാരങ്ങളുടെ ഉറവിടം മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യുക എന്നതാണ് വിട്ടുകളയലിനെക്കുറിച്ചുള്ള ഏറ്റവും സാധാരണമായ തെറ്റിദ്ധാരണകളിൽ ഒന്ന്. ചിലർ വിശ്വസിക്കുന്നത് അതിനെ മറികടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടില്ലെന്ന് നടിക്കുക എന്നാണ്. ഈ സമീപനം പലപ്പോഴും വികാരങ്ങളെ അടിച്ചമർത്തുന്നതിലേക്ക് നയിക്കുന്നു. ഇത് പിന്നീട് അനാരോഗ്യകരമായ രീതിയിൽ വീണ്ടും ഉയർന്നുവന്നേക്കാം. മറ്റൊരു മിത്ത് പറയുന്നത് വിട്ടുകൊടുക്കൽ എന്നാൽ വേദന ഉണ്ടാക്കിയ ആളുകളുമായുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നാണ്. ചിലപ്പോൾ അതിരുകൾ നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിലും വിട്ടുകൊടുക്കുന്നതിൽ എല്ലായ്പ്പോഴും ശാരീരിക അകലം ഉൾപ്പെടുന്നില്ല. പകരം കോപം, കുറ്റബോധം അല്ലെങ്കിൽ നീരസം പോലുള്ള വികാരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാതിരിക്കാൻ അവയിൽ നിന്ന് വൈകാരിക അകലം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. വിട്ടുകളയുക എന്നു പറഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നല്ല. ദോഷകരമായ പെരുമാറ്റങ്ങളെ ന്യായീകരിക്കണമെന്നോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഉപേക്ഷിക്കണമെന്നോ ഇതിനർത്ഥമില്ല. യഥാർത്ഥ വിട്ടുകളയൽ എന്നാൽ സത്യത്തെ അഭിമുഖീകരിക്കുക, അതിൽ നിന്ന് പഠിക്കുക, അതിന് നിങ്ങളുടെ മേലുള്ള സ്വാധീനം ബോധപൂർവം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക എന്നിവയാണ്. സ്വീകാര്യയും വൈകാരിക വിടുതലും. കാതലായ ഭാഗത്ത് യഥാർത്ഥ വിട്ടുവീഴ്ച അംഗീകരിക്കലാണ്.
നിങ്ങളുടെ വികാരങ്ങളെ വിധിക്കാതെ അംഗീകരിക്കുക എന്നതാണ് ഇതിനർത്ഥം. അവ കോപം, സങ്കടം, കുറ്റബോധം അല്ലെങ്കിൽ നിരാശ എന്നിവയായാലും അവ പൂർണ്ണമായി അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കുക എന്നതാണ്. സ്വീകാര്യത എന്നാൽ സംഭവിച്ച കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുക എന്നല്ല അർത്ഥമാക്കുന്നത്. ആ സംഭവമോ സാഹചര്യമോ സംഭവിച്ചുവെന്നും അത് മാറ്റാൻ കഴിയില്ലെന്നും തിരിച്ചറിയുക എന്നാണ് ഇതിനർത്ഥം. വൈകാരികമായ വിടുതൽ സ്വീകാര്യയുടെ സ്വാഭാവിക ഫലമാണ്. നിങ്ങളുടെ വികാരങ്ങളെ ചെറുക്കുന്നത് നിർത്തുമ്പോൾ അവ നിങ്ങളിലൂടെ ഒഴുകാൻ ഇടം സൃഷ്ടിക്കുന്നു, കുടുങ്ങിപ്പോകുന്നതിനുപകരം. ഈ പ്രക്രിയ നിങ്ങളെ വൈകാരിക തീവ്രതയിൽ നിന്ന് വേർപെടുത്താൻ സഹായിക്കുന്നു, നിങ്ങൾക്ക് വ്യക്തതയും സ്വാതന്ത്ര്യവും നൽകുന്നു. നിയന്ത്രണത്തിനു പകരം സ്വാതന്ത്ര്യം തെരഞ്ഞെടുക്കൽ. യഥാർത്ഥ വിട്ടുവീഴ്ചയിൽ നിയന്ത്രണത്തിന്റെ ആവശ്യകത ഒഴിവാക്കുന്നതും ഉൾപ്പെടുന്നു. പലപ്പോഴും ഒരു സാഹചര്യത്തിന്റെ നിയന്ത്രണം നിലനിർത്താൻ അവ നമ്മെ സഹായിക്കുമെന്ന് നാം ഉപബോധമനസ്സോടെ വിശ്വസിക്കുന്നതിനാലാണ് നാം നെഗറ്റീവ് വികാരങ്ങളിൽ പറ്റിനിൽക്കുന്നത്. ഉദാഹരണത്തിന്, നീരസം നിലനിർത്തുന്നത് നമ്മളോട് തെറ്റ് ചെയ്ത ഒരാളെ ശിക്ഷിക്കാനുള്ള ഒരു മാർഗമായി തോന്നിയേക്കാം. എന്നിരുന്നാലും ഈ മാനസികാവസ്ഥ നമ്മുടെ കഷ്ടപ്പാടുകൾ ദീർഘിപ്പിക്കുകയുള്ളൂ. നിയന്ത്രണത്തേക്കാൾ സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വിട്ടുകൊടുക്കൽ. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഒരു മുൻകാല സംഭവത്തിന്റെ ഫലം പോലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശക്തിക്ക് മാറ്റാൻ കഴിയാത്തതാണെന്ന് അംഗീകരിക്കുകയും നിങ്ങളുടെ സ്വന്തം ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവ പോലെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇത്. ഒരു പ്രക്രിയ, ഒരു ലക്ഷ്യസ്ഥാനമല്ല. ശരിക്കും പറഞ്ഞാൽ വിട്ടുകൊടുക്കൽ ഒറ്റത്തവണ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, അത് തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. വൈകാരിക മുറിവുകൾ ഒരു രാത്രി കൊണ്ടുണങ്ങില്ല. വിട്ടുകൊടുക്കലിന് ക്ഷമയും ആത്മാനുഭൂതിയും ആവശ്യമാണ്. പഴയ വികാരങ്ങൾ വീണ്ടും ഓർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടേക്കാം, അതിൽ കുഴപ്പമില്ല. വിട്ടുകൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഓരോ തവണയും നിങ്ങൾ ആരോഗ്യകരമായ ഒരു വൈകാരിക മാതൃകയെ ശക്തിപ്പെടുത്തുകയാണ്. ഒരു സ്നേഹപ്രവൃത്തി നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി. ആത്യന്തികമായി വിട്ടുകളയൽ ഒരു സ്നേഹപ്രവൃത്തിയാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനും നിങ്ങളുടെ ഊർജം വീണ്ടെടുക്കാനും വർത്തമാനകാലത്ത് ജീവിക്കാനും നിങ്ങൾ സ്വയം നൽകുന്ന ഒരു സമ്മാനമാണിത്. പരിഹരിക്കപ്പെടാത്ത വികാരങ്ങളുടെ ഭാരമില്ലാതെ നിങ്ങളെ ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നതിനാൽ ഇത് നിങ്ങളുടെ ബന്ധങ്ങളോടുള്ള സ്നേഹപ്രവൃത്തി കൂടിയാണ്. യഥാർത്ഥ വിട്ടുവീഴ്ച എന്നാൽ മോചനമാണ്. നിങ്ങളെ കുടുക്കി നിർത്തുന്ന വൈകാരിക ചങ്ങലകളിൽ നിന്ന് മോചനം നേടി നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും വളരാനും ശാശ്വതമായ സമാധാനം കണ്ടെത്താനും കഴിയുന്ന ഒരു ഇടത്തിലേക്ക് ചുവടുവെക്കുക. ശരിക്കും ഉപേക്ഷിക്കാനുള്ള നുറുങ്ങുകൾ. ആവർത്തിച്ചുള്ള വികാരങ്ങളെ ഉപേക്ഷിക്കുക എന്നത് ഒരു ഭാരിച്ച ജോലിയായി തോന്നാം, പ്രത്യേകിച്ചും ആ വികാരങ്ങൾ നമ്മുടെ ചിന്തകളിലും ഇടപെടലുകളിലും വേരൂന്നിയിരിക്കുമ്പോൾ. എന്നിരുന്നാലും ഉപേക്ഷിക്കൽ മനഃപൂർവ്വവും കാരുണ്യപൂർണവുമായ ഒരു പ്രവർത്തന പ്രക്രിയയാണ്. അതിൽ ആത്മപരിശോധന, പരിശീലനം, ക്ഷമ എന്നിവ ഉൾപ്പെടുന്നു. ഈ പരിവർത്തന യാത്രയിൽ നിങ്ങളെ സഹായിക്കുന്നതിനുള്ള ഒരു ഘട്ടം ഘട്ടമായുള്ള ഗൈഡ് ഇതാ. ആവർത്തിച്ചുള്ള വികാരങ്ങളുടെ ഉറവിടം തിരിച്ചറിയുക. വിട്ടുകളയുന്നതിലെ ആദ്യപടി നിങ്ങൾ എന്തിനെയാണ് മുറുകെ പിടിക്കുന്നതെന്നും എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കുക എന്നതാണ്. ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടോ? പ്രതീക്ഷകൾ നിറവേറ്റാത്തതിൽ നിരാശനാണോ? അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കുറ്റബോധം തോന്നുന്നുണ്ടോ? ആത്മപരിശോധന. നിങ്ങളുടെ ചിന്തകളുമായി ഇരിക്കാൻ കുറച്ച് നിശബ്ദ സമയമെടുക്കുക. നിങ്ങളുടെ വികാരങ്ങൾ വ്യക്തമാക്കാനും അവയുടെ മൂലകാരണങ്ങളിലേക്ക് അവയെ കണ്ടെത്താനും ജേണലിംഗ് നിങ്ങളെ സഹായിക്കും. സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഉയർന്നുവരുന്നത്? ഈ വികാരവുമായി എന്ത് ആവശ്യമോ ആഗ്രഹമോ ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങളുടെ വികാരങ്ങളുടെ ഉറവിടം അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്, കാരണം നിങ്ങൾ പേരിടുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത വികാരങ്ങൾ നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയില്ല. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. മനസ്സിനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ വികാരങ്ങളെ ന്യായവിധിയോ പ്രതിരോധമോ ഇല്ലാതെ നിലനിർത്തുന്ന കലയാണ്. നിങ്ങളുടെ വികാരങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതിനുപകരം അവ ഉള്ളതുപോലെ തന്നെ നിരീക്ഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. മനസ്സിനെക്കുറിച്ചുള്ള നിരീക്ഷണം. നല്ലത് അല്ലെങ്കിൽ മോശം എന്ന് മുദ്രകുത്താതെ അവ ഉയർന്നുവരുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ മേലുള്ള അവയുടെ ശക്തി കുറക്കുന്നു. അടിസ്ഥാന വ്യായാമങ്ങൾ. ആഴത്തിലുള്ള ശ്വസനം അല്ലെങ്കിൽ വർത്തമാന നിമിഷത്തിൽ സ്വയം ഉറപ്പിക്കാൻ ശാരീരിക സംവേദനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയ ലളിതമായ സാങ്കേതിക വിദ്യകളിൽ ഏർപ്പെടുക. വികാരങ്ങൾ താൽക്കാലികമാണെന്ന് മനസ്സിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ പഠിപ്പിക്കുന്നു. അവ തിരമാലകൾ പോലെ വന്നു പോകുന്നു. ഈ തിരിച്ചറിവ് നിങ്ങളുടെ മേലുള്ള അവയുടെ പിടിവിടുന്നത് എളുപ്പമാക്കുന്നു. നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവെക്കുക. ചിലപ്പോൾ പരിഹരിക്കപ്പെടാത്ത വികാരങ്ങൾ അവ പ്രകടിപ്പിക്കാത്തതിനാൽ അവ നിലനിൽക്കുന്നു. വിശ്വസ്തനായ ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ പങ്കാളിയോട്ടോ സംസാരിക്കുന്നത് ആ വികാരങ്ങളെ കൈകാര്യം ചെയ്യാനും അതിൽ നിന്ന് മോചനം നേടാനും നിങ്ങളെ സഹായിക്കും. ദുർബലയോട് സംസാരിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ നിങ്ങൾക്ക് എന്തു തോന്നുന്നുവെന്ന് പങ്കിടുക. നിങ്ങളുടെ വികാരങ്ങളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ ഞാൻ എന്ന പ്രസ്താവനകൾ ഉപയോഗിക്കുക. പരിഹാരം തേടുക. ചില സന്ദർഭങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയുമായുള്ള സത്യസന്ധമായ സംഭാഷണം തെറ്റിദ്ധാരണകൾ നീക്കാൻ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ സഹായിച്ചേക്കാം.
മറ്റേയാൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതികരിച്ചില്ലെങ്കിൽ പോലും സ്വയം തുറന്നുപറയുന്നത് വിട്ടുകളയുന്നതിലേക്കുള്ള ഒരു വിമോചനപരമായ ചുവടുവയ്പായിരിക്കും. ക്ഷമ സ്വീകരിക്കുക. ക്ഷമ എന്നത് വിട്ടുവീഴ്ചയുടെ ഒരു മൂലക്കല്ലാണ്, പക്ഷേ അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഒരാളോട് ക്ഷമിക്കുക എന്നതിനർത്ഥം അവരുടെ പ്രവൃത്തികളെ അംഗീകരിക്കുകയോ അവരെ അതിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുക എന്നല്ല, അത് നീരസത്തിന്റെ വൈകാരിക ഭാരത്തിൽ നിന്ന് സ്വയം മോചിതരാകുന്നതിനെക്കുറിച്ചാണ്. ചെറുതായി തുടങ്ങുക. വേദന സഹിക്കുന്നതിൽ നിന്ന് സ്വയം ക്ഷമിക്കുന്നതാണെങ്കിൽ പോലും ചെറിയ ക്ഷമാപ്രവൃത്തികളിൽ നിന്ന് ആരംഭിക്കുക. സാഹചര്യം പുനഃക്രമീകരിക്കുക. ആ അനുഭവം നിങ്ങളെ വളരാൻ എങ്ങനെ സഹായിച്ചിരിക്കാം, അല്ലെങ്കിൽ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കാം എന്ന് പരിഗണിക്കുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിട്ടുകളയുന്നതിന് പലപ്പോഴും ഭൂതകാലം അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രവൃത്തികൾ പോലുള്ള നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം ഉപേക്ഷിക്കേണ്ടിവരുന്നു. നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ശക്തിയിലുള്ളതിലേക്ക് തിരിച്ചുവിടുക. നിങ്ങളുടെ ചിന്തകൾ, നെഗറ്റീവ് പാറ്റേണുകളെ വെല്ലുവിളിക്കുകയും അവയെ ശാക്തീകരണ വിശ്വാസങ്ങൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് സന്തോഷം, സമാധാനം അല്ലെങ്കിൽ നേട്ടബോധം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. പ്രൊഫഷണൽ പിന്തുണ തേടുക. ചില വികാരങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര ഭാരമുള്ളതായി തോന്നുന്നുവെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടുന്നത് കാര്യമായ മാറ്റമുണ്ടാക്കും. നെഗറ്റീവ് ചിന്താരീതികൾ പുനഃക്രമീകരിക്കാൻ സഹായിക്കുന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് അടിസ്ഥാനമാക്കിയുള്ള തെറാപ്പി പോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ പ്രൊഫഷണലുകൾക്ക് നിങ്ങളെ നയിക്കാൻ കഴിയും. കൃതജ്ഞതയും ആത്മാനുകമ്പയും വളർത്തിയെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ കൃതജ്ഞത സഹായിക്കുന്നു. അതുപോലെ സ്വയം അനുകമ്പ നിങ്ങളെ സ്വയം ദയയോടെ പെരുമാറാൻ അനുവദിക്കുന്നു. നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടുപെടുമ്പോഴും ദിവസേനയുള്ള നന്ദി. ഓരോ ദിവസവും നിങ്ങൾ നന്ദിയുള്ളതായി തോന്നുന്ന 3 കാര്യങ്ങൾ എഴുതുക. ദയ ശീലിക്കുക. വിട്ടുകളയുന്നത് ഒരു യാത്രയാണെന്നും തിരിച്ചടികളുണ്ടാകുന്നതിൽ തെറ്റില്ലെന്നും സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുചെയ്യണം? ആവർത്തിച്ചുള്ള വികാരങ്ങളെ ഉപേക്ഷിക്കുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രക്രിയയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പരമാവധി ശ്രമിച്ചാലും വികാരങ്ങൾ നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഇതിനർത്ഥം നിങ്ങൾ പരാജയപ്പെടുകയാണെന്നോ കഴിവില്ലാത്തവനാണെന്നോ അല്ല. അതിനർത്ഥം പ്രക്രിയയ്ക്ക് കൂടുതൽ സമയമോ വ്യത്യസ്ത തന്ത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയോ ആവശ്യമാണ് എന്നാണ്. ഉപേക്ഷിക്കുന്നത് അസാധ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും സമാധാനം സ്ഥാപിക്കാനുമുള്ള ഇതര മാർഗങ്ങൾ ഇതാ. വികാരങ്ങളെ സൃഷ്ടിപരമായി നയിക്കുക. വികാരങ്ങൾ മങ്ങാൻ വിസമ്മതിക്കുമ്പോൾ അവയെ സൃഷ്ടിപരമായ വഴികളിലേക്ക് തിരിച്ചുവിടുന്നത് ചികിത്സാപരമായിരിക്കാം. സൃഷ്ടിപരമായ ആവിഷ്കാരം. നിങ്ങളുടെ വികാരങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നതിനും ബാഹ്യവൽക്കരിക്കുന്നതിനും കല, എഴുത്ത് അല്ലെങ്കിൽ സംഗീതം ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, ജേർണലിംഗ് ആവർത്തിച്ചുള്ള ചിന്തകളെ വ്യക്തമാക്കാനും അർത്ഥവത്താക്കാനും നിങ്ങളെ സഹായിക്കും. അതേസമയം പെയിന്റിംഗ് അല്ലെങ്കിൽ ഗാനരചന അടങ്ങിക്കിടക്കുന്ന വികാരങ്ങൾ പുറത്തുവിടാൻ വാക്കേതര മാർഗം നൽകും. ശാരീരിക പ്രവർത്തനങ്ങൾ. യോഗ, നൃത്തം, ഓട്ടം അല്ലെങ്കിൽ വേഗത്തിലുള്ള നടത്തം പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വ്യായാമം എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു. ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറക്കാനും സഹായിക്കുന്നു. ശ്രദ്ധാപൂർവമായ ഹോബികൾ. പൂന്തോട്ട പരിപാലനം, നെയ്ത്ത് അല്ലെങ്കിൽ പാചകം പോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ സന്നിഹിതരായിരിക്കാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് ചിന്തകളിൽ നിന്ന് ഒരു ഇടവേള നൽകുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാട് പുനഃക്രമീകരിക്കുക. ചിലപ്പോൾ നിരന്തരമായ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള താക്കോൽ നിങ്ങൾ അവയെ എങ്ങനെ കാണുന്നു എന്നതിൽ മാറ്റം വരുത്തുന്നതിലാണ്. വികാരങ്ങളെ അധ്യാപകരായി കാണുക. നിങ്ങളുടെ ആവർത്തിച്ചുള്ള വികാരങ്ങളെ തടസ്സങ്ങളായി കാണുന്നതിനുപകരം പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിലേക്കോ നിറവേറ്റപ്പെടാത്ത ആവശ്യങ്ങളിലേക്കോ വിരൽ ചൂണ്ടുന്ന സിഗ്നലുകളായി അവയെ പരിഗണിക്കുക. ഉദാഹരണത്തിന്, നീണ്ടുനിൽക്കുന്ന കോപം കടന്നുപോയ ഒരു അതിർത്തിയെയോ അല്ലെങ്കിൽ നിറവേറ്റപ്പെടാത്ത ഒരു പ്രതീക്ഷയോ എടുത്തുകാണിച്ചേക്കാം. അനുഭവത്തിൽ അർത്ഥം കണ്ടെത്തുക. സാഹചര്യം നിങ്ങളെ എന്താണ് പഠിപ്പിച്ചതെന്ന് ചിന്തിക്കുക. അത് നിങ്ങളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ, നിങ്ങളുടെ മൂല്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ വളരാൻ സഹായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആഖ്യാനം പുനഃക്രമീകരിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെ ചെറുക്കുന്നതിനുപകരം അവയെ അംഗീകരിക്കാൻ സഹായിക്കും. ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സജീവമായി തുടരുന്ന ഒരു വ്യക്തിയുമായോ സാഹചര്യവുമായോ ആവർത്തിച്ചുള്ള വികാരങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതിരുകൾ നിശ്ചയിക്കുന്നത് വൈകാരിക ആശ്വാസം നൽകും. നിങ്ങൾക്കായി ഒരു ഇടം സൃഷ്ടിക്കുക. ഇതിനർത്ഥം ബന്ധങ്ങൾ വിച്ഛേദിക്കുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ വൈകാരിക ക്ഷേമം സംരക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നാണ്. ഉദാഹരണത്തിന്, ഉത്തേജിപ്പിക്കുന്നതായി തോന്നുന്ന ഇടപെടലുകൾ പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ സുഖകരമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്രതീക്ഷകൾ സജ്ജമാക്കുക. ഉറച്ചതും എന്നാൽ ദയയുള്ളതുമായിരിക്കുക. നിങ്ങളുടെ വൈകാരിക ആരോഗ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബഹുമാനത്തോടെയും ഉറപ്പോടെയും നിങ്ങളുടെ അതിരുകൾ ആശയവിനിമയം നടത്തുക.
നിങ്ങളുടെ പോരാട്ടം സാധാരണമാക്കുക. വിട്ടുകളയാൻ കഴിയാതിരിക്കുക എന്നത് സാധാരണവും മനുഷ്യ സ്വഭാവവുമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കേണ്ടത് പ്രധാനമാണ്. ചില വികാരങ്ങൾ സങ്കീർണവും ആഴത്തിൽ വേരൂന്നിയതുമാണ്, അവയുമായി പോരാടുന്നതിൽ തെറ്റില്ല. സ്വയം അനുകമ്പ ശീലിക്കുക. ഒരു അടുത്ത സുഹൃത്തിനോട് നിങ്ങൾ കാണിക്കുന്ന അതേ ദയയോടെ സ്വയം പെരുമാറുക. നിങ്ങൾ നിങ്ങളുടെ പരമാവധി ചെയ്യുന്നുണ്ടെന്ന് അംഗീകരിക്കുക. സ്വയം വിമർശനം ഒഴിവാക്കുക. മുന്നോട്ടു പോകാത്തതിന് സ്വയം ശകാരിക്കുന്നതിനുപകരം രോഗശാന്തിക്കായി നിങ്ങൾ സ്വീകരിക്കുന്ന ചെറിയ ഘട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ നിർവചിക്കാൻ അനുവദിക്കാതെ വികാരത്തെ സ്വീകരിക്കുക. വിട്ടുകളയുക എന്നത് കയ്യെത്തും ദൂരത്താണെന്ന് തോന്നുമ്പോൾ സ്വീകാര്യത ഒരു ശക്തമായ ബദലായിരിക്കും. വികാരം ഒന്നിച്ചു നിലനിൽക്കാൻ അനുവദിക്കുക. കുറച്ചു വേദനയോ അസ്വസ്ഥയോ വഹിക്കുന്നത് ശരിയാണെന്ന് തിരിച്ചറിയുക. അത് നിങ്ങളുടെ മുഴുവൻ അസ്തിത്വത്തെയും നിർവചിക്കുന്നില്ലെന്ന് സ്വയം ഓർമ്മിപ്പിക്കുമ്പോൾ അതിന്റെ സാന്നിധ്യം അംഗീകരിക്കുക. കഥയിൽ നിന്ന് വേർപെടുത്തുക. വികാരവുമായി ബന്ധപ്പെട്ട ആഖ്യാനം വീണ്ടും ആവർത്തിക്കുന്നത് ഒഴിവാക്കുക. പകരം വികാരം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും എങ്ങനെ പ്രകടമാകുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വികാരത്തിനും നിങ്ങളുടെ ഐഡന്റിറ്റിക്കും ഇടയിൽ ഒരു ഇടം സൃഷ്ടിക്കുക. വ്യക്തിഗത വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിട്ടുകളയുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുപകരം നിങ്ങളുടെ ഊർജ്ജം വ്യക്തിഗത വളർച്ചയിലേക്കും സ്വയം മെച്ചപ്പെടുത്തലിലേക്കും മാറ്റുക. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. നിങ്ങളുടെ കരിയർ, ആരോഗ്യം അല്ലെങ്കിൽ ബന്ധങ്ങൾ പോലുള്ള നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ തിരിച്ചറിയുകയും അവക്കായി പ്രവർത്തിക്കുകയും ചെയ്യുക. പുതിയ കഴിവുകൾ പഠിക്കുക. പുതിയ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും നേട്ടബോധം വളർത്താനും സഹായിക്കും. കൃതജ്ഞതയിലും പോസിറ്റീവ് നിമിഷങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിട്ടുകളയാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്നായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ വൈകാരിക ഭൂപ്രകൃതിയെ സന്തുലിതമാക്കാൻ സഹായിക്കും. കൃതജ്ഞതാ ജേർണലിംഗ്. ഓരോ ദിവസവും നിങ്ങൾ നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതുക. തെറ്റിൽ നിന്ന് ശരിയിലേക്ക് ശ്രദ്ധ മാറ്റാൻ ഈ പരിശീലനം സഹായിക്കുന്നു. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. സന്തോഷത്തിന്റെയും നേട്ടത്തിന്റെയും അല്ലെങ്കിൽ ബന്ധത്തിന്റെയും ചെറിയ നിമിഷങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. സ്വയം സമയം നൽകുക. രോഗശാന്തിയും വിട്ടുകളയലും വളരെ വ്യക്തിപരമായ പ്രക്രിയകളാണ്. അവയെ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. ക്ഷമ പ്രധാനമാണ്. രോഗശാന്തി രേഖീയമല്ലെന്നും പുരോഗതി ചെറിയ, ക്രമേണയുള്ള ഘട്ടങ്ങളിലൂടെ വരാമെന്നും സ്വയം ഓർമ്മിപ്പിക്കുക. പ്രക്രിയയിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കാനും വളരാനും നിയന്ത്രിക്കാനുമുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ അന്തിമ സമാധാനത്തിന് വഴിയൊരുക്കുന്നു. എല്ലായ്പ്പോഴും തൽക്ഷണം വിട്ടുകളയുക എന്നത് സാധ്യമാകണമെന്നില്ല, പക്ഷേ അതിനർത്ഥം നിങ്ങൾ എന്നേക്കുമായി കുടുങ്ങിപ്പോകുന്നു എന്നല്ല. നിങ്ങളുടെ വികാരങ്ങളെ വഴിതിരിച്ചുവിടുന്നതിലൂടെയും നിങ്ങളുടെ കാഴ്ചപ്പാട് പുനർനിർമ്മിക്കുന്നതിലൂടെയും അതിരുകൾ നിശ്ചയിക്കുന്നതിലൂടെയും പിന്തുണ തേടുന്നതിലൂടെയും ഈ വികാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കാൻ അനുവദിക്കാതെ അവക്കൊപ്പം ജീവിക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഓർമ്മിക്കുക, ഇത് വേദന ഇല്ലാതാക്കുകയല്ല, മറിച്ച് അവക്കിടയിലും അഭിവൃദ്ധി പ്രാപിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ്. ജീവിതം സുന്ദരമാണ്. ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ. ജീവിതം എപ്പോഴും ആകാംക്ഷ നിറഞ്ഞതായിരിക്കില്ല. സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷയ്ക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും. എങ്കിലും ജീവിതം സുന്ദരമാണ്. കുട്ടിയുടെ ചിരിയിൽ, ഒരു അമ്മയുടെ കരുതലിൽ, ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ. സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടുനിൽക്കുന്നു. ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇല പൊഴിയുന്ന ശബ്ദം പോലെയാണ്. നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട്. ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത്. ചില ദുഃഖങ്ങൾ ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതം സുന്ദരമാണ്. അതിന്റെ ആഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.